പ്രിയമുള്ള പ്രേക്ഷകരെ, നിങ്ങളുടെ നാളെ 1200 തുലാമാസം 24-ാം തീയതി, അതായത് 2024 നവംബർ മാസം 9-ാം തീയതി മന്ദവാരം ശനിയാഴ്ചത്തെ രാഹുകാലം കാലത്ത് 9 മണി മുതൽ 10:30 വരെയുള്ള സമയമാകുന്നു. നാളത്തെ സൂര്യോദയം കാലത്ത് 6:23-നും അസ്തമയം വൈകിട്ട് 5:56-നുമാകുന്നു. പ്രാദേശിക സൂര്യോദയ പ്രകാരം രാഹുകാലം 9:23 മുതൽ 10:53 വരെയുള്ള സമയമായി നാം നിജപ്പെടുത്തിയിരിക്കുന്നു. നാളത്തെ തിഥി വെളുത്തപക്ഷത്തിലെ അഷ്ടമി തിഥിയാകുന്നു. അഷ്ടമി അത്ര ശുഭമായ തിഥിയല്ല. അത് വെളുത്തപക്ഷത്തിലേതായാലും കറുത്ത പക്ഷത്തിലേതായാലും. കറുത്ത പക്ഷത്തിലെ അഷ്ടമിക്ക് പക്ഷേ ഒരു പ്രത്യേകത, കൃഷ്ണാഷ്ടമി, വിവാഹത്തിന് ഏറ്റവും അനുകൂലമായ തിഥിയാകുന്നു കറുത്ത പക്ഷത്തിലെ അഷ്ടമി. അതാണ് ശ്രീകൃഷ്ണൻ്റെ ജന്മദിനമാണ്. രോഹിണിയും കറുത്ത പക്ഷത്തിലെ അഷ്ടമിയും ചേർന്ന ദിനമാണ് ഭഗവാൻ കൃഷ്ണൻ ഭൂജാതനായത്. മറ്റെല്ലാ സാമ്പത്തികമായ വിഷയത്തിലും അഷ്ടമി തിഥി നാം അത്ര ഉപയോഗിക്കാറില്ല. ഭൂരിശ്രീ വിഭവ തിഥി ശ്രവണത. തിഥിയുടെ ശ്രവണം കേൾക്കുന്നത് കൊണ്ട് തന്നെ സമ്പത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. അതിനാൽ വാങ്ങൽ കൊടുക്കൽ, അല്ലെങ്കിൽ ബാങ്കിൽ പുതിയ അക്കൗണ്ട് തുടങ്ങൽ, ആർക്കെങ്കിലും കടം കൊടുക്കൽ, കടം വാങ്ങൽ, ഇതെല്ലാം തന്നെ അത്ര അനുകൂലമല്ല. നാളത്തെ നക്ഷത്രം കാലത്ത് 11:50 വരെ തിരുവോണം നക്ഷത്രവും 11:50 മുതൽ അവിട്ടം നക്ഷത്രവുമാകുന്നു. നല്ല നക്ഷത്രങ്ങളാണ്. കാലത്ത് നിങ്ങൾക്ക് ശനിയാഴ്ച ഭജിക്കാൻ ഏറ്റവും നല്ലത് ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ പോകുന്നതാണ്. കാരണം മഹാവിഷ്ണുവിൻ്റെ നക്ഷത്രമാകുന്നു തിരുവോണം, ശനിയാഴ്ചയാണ്. അതിനാൽ ഓം ഹം ഹനുമതേ നമഃ എന്ന മന്ത്രത്തോടുകൂടി ഹനുമാൻ ക്ഷേത്രം സന്ദർശിക്കാം. അവിടെ ശ്രീരാമസ്വാമിക്ക് അല്ലെങ്കിൽ മഹാവിഷ്ണുവിന് തുളസിമാല, പാൽപ്പായസം വഴിപാടായി ചെയ്യുന്നത് വളരെ ഉത്തമമാകുന്നു. വൈകിട്ട് നിങ്ങൾക്ക് അവിടെ നക്ഷത്രമാണ്, ശനിയാഴ്ചയാണ്. നിങ്ങൾക്ക് നല്ലത് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ പോകുന്നത് വളരെ ഗുണകരമാകുന്നു. ഭദ്രകാളി ക്ഷേത്രത്തിലാണെങ്കിൽ അവിടെ രക്തപുഷ്പാഞ്ജലി, കടുംപായസം വഴിപാടായി ചെയ്യാം. സന്ധ്യയ്ക്ക് കർമ്മരംഗത്തുള്ള തടസ്സങ്ങൾ മാറാൻ കർമ്മമുട്ടി ചെയ്യാം. ആരോഗ്യത്തിന് ദേഹമുട്ടി ചെയ്യാം. ശത്രുദോഷം മാറാൻ ശത്രുമുട്ടും ചെയ്യാം. നാളെ നിങ്ങൾക്ക് ശുഭകാര്യങ്ങൾക്ക് കാലത്ത് 7 മണി മുതൽ 8 മണി വരെ അനുകൂലമാണ്. അതേ രീതിയിൽ ഉച്ചയ്ക്ക് 12:30 മുതൽ 1:30 വരെയുള്ള സമയവും യാത്രയും മറ്റെല്ലാ വിഷയത്തിലായാലും സ്വീകരിക്കാവുന്ന സമയങ്ങളാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ല നാളെ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.